അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നും സാധാരണ മന്തി ഉണ്ടാക്കി കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു മന്തി നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. നല്ലൊരു അൽഫഹാം ജെല്ലിക്കെട്ട് മന്തിൻ്റെ റെസിപ്പിയാണ്. ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കഴിച്ച് നോക്കുക. രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നും ഉണ്ടാക്കാൻ തോന്നുന്ന നല്ലൊരു മന്തി റെസിപ്പിയാണ്. ഗസ്റ്റെല്ലാം വരുമ്പോൾ അവരെ മുമ്പിൽ സ്റ്റാർ ആവാനും കൂടി പറ്റിയ നല്ലൊരു മന്തിയാണ്. നല്ലൊരു അൽഫഹാം ചിക്കൻ റെഡിയാക്കിയിട്ട് നല്ലൊരു പ്രത്യേക രുചിയിലൊരു മസാല റെഡിയാക്കിയിട്ട് ആ ചിക്കൻ ആ മസാലയിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ചിക്കൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതുവരെ നിങ്ങൾ കഴിച്ചതിലും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മന്തി എന്നും പറയാം ഇതിന്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതാ മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോൻ്റെ 2 ചിക്കൻ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ വര ഇട്ട് കൊടുക്കാം. ചിക്കനിലേക്ക് മസാലയെല്ലാം നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വര ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഉള്ളിലെല്ലാം മസാല പിടിച്ചോളും. അങ്ങനെ ചിക്കൻ മുഴുവനും ഇതുപോലെ വര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് പെരക്കാനുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയ മിക്സീൻ്റെ ജാറിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തത് വലിയ വെളുത്തുള്ളിയാണ്. നിങ്ങൾ ചെറുതാണെങ്കിൽ ഒരു 8-9 എണ്ണം എടുക്കുക. പിന്നെ 3 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാളൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലൻ്റെ നേരെ പകുതി പുതിനയില ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂണോളം തൈര്, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, എരിവില്ല മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയോ 1/2 ലെമണും പിഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അടിച്ചെടുത്ത മസാലയെല്ലാം ഇതുപോലെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്തൂരി മസാലയും 1 ടേബിൾ സ്പൂൺ മന്തി മസാലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക്. മന്തി മസാലൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തി കയ്യിലിട്ട് പൊടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചിക്കൻ്റെ സ്റ്റോക്കിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വരയിട്ട് മാറ്റി വെച്ച ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കണം. നിങ്ങൾ 1 കിലോൻ്റെ ചിക്കനെല്ലാം ഉണ്ടാക്കുന്നതെങ്കിൽ മസാലയെല്ലാം നേരെ പകുതി എടുത്താൽ മതി കേട്ടോ, കൂടി പോകണ്ട. അങ്ങനെ ചിക്കനിലേക്കെല്ലാം മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് 1-2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. വെക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ തന്നെ വെക്കുക, എന്നാൽ ചിക്കനിലേക്ക് പെട്ടെന്ന് തന്നെ മസാലയെല്ലാം പിടിച്ചോളും. ഇനി മന്തിക്ക് വേണ്ടിയിട്ടുള്ള അരിയൊന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് 4 കപ്പ് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ബസ്മതി റൈസോ സെല്ല റൈസോ നിങ്ങൾക്ക് മന്തിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. 4 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml കപ്പിന് അളന്നിട്ടെടുത്തതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ അരി നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുങ്ങിക്കടുക്കുന്നതിനും കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 20 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. 20 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയണം, അത് മറക്കരുത്. അങ്ങനെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 2 മണിക്കൂറായപ്പോൾ ഞാൻ ചിക്കൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. പുറത്തേക്ക് എടുത്തിട്ട് ഒരു 1/2 മണിക്കൂർ വെക്കുക കേട്ടോ. അതിനുശേഷം ഗ്രിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഗ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഓയിലും ബട്ടറും അത്യാവശ്യം ഒന്ന് ചൂടായി എന്ന് കാണുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗ്രില്ലിലും ചെയ്യാം കേട്ടോ. ഓവനിലോ അല്ലെങ്കിൽ കനലിലോ ഗ്രിൽ ചെയ്തെടുത്തിട്ടും ഇത് റെഡിയാക്കാം. അപ്പോൾ ഇതാ കുറച്ച് ചിക്കൻ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 പീസ് ചിക്കൻ ബാക്കിയുണ്ട്. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഇത് ഗ്രിൽ ചെയ്തെടുക്കുക. ഒരു 4-5 പ്രാവശ്യം തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഇത് ഗ്രിൽ ചെയ്തെടുക്കുക. എന്നാലാണ് ചിക്കനും അത്യാവശ്യം നല്ലതുപോലെ വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഗ്രില്ലാക്കി എടുക്കുക.
ബാക്കിയുള്ള 3 പീസ് ചിക്കനും ഞാൻ മറ്റൊരു അടുപ്പിൽ ഒരു പാനിൽ ഇതുപോലെ ഗ്രിൽ ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് റെഡിയാകാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ ഇതുപോലെ മറ്റൊരു പാനിൽ റെഡിയാക്കി എടുക്കുക. ഇനി ഞാൻ ലാസ്റ്റ് ആകുമ്പോൾ ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം മതി. ഒരുപാട് ടൈമൊന്നും അടച്ച് വെക്കണ്ട. ഒരു 5 മിനിറ്റ് അടച്ചതിന് ശേഷം ഒന്ന് തുറന്നിട്ട് വീണ്ടും ഒരു 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ടിട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോഴത്തേക്ക് നമ്മളെ ഗ്രില്ല് റെഡിയായി കിട്ടും. നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് കുറേ പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ടിട്ട് റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ ഗ്രില്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചിക്കനെല്ലാം ഇതുപോലെ സൈഡിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. നടുവിൽ കുറച്ച് സ്ഥലം വെച്ചിട്ട് ചിക്കനെല്ലാം സൈഡിലാക്കുക. എന്നിട്ട് നമ്മൾ മറ്റൊരു പാനിൽ ഗ്രിൽ ചെയ്യാനായിട്ട് വെച്ച ചിക്കനും കൂടി എടുത്തിട്ട് ഇതിലേക്ക് വെക്കുക. ആ നടുവിൽ ഒരു ചെറിയ ബൗൾ വെക്കുക. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചാർക്കോൾ കത്തിച്ച് വെച്ചതിന് ശേഷം 1/2 ടീസ്പൂണോളം ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പുകയാൻ തുടങ്ങും. അന്നേരം നമുക്കിതൊരു 5 മിനിറ്റോളം അടച്ച് വെക്കാം. ആ ഒരു ചിക്കന് നല്ലൊരു സ്മോക്കി ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഇതൊന്ന് തുറന്നിട്ട് ആ ഒരു ചാർക്കോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ചിക്കനെല്ലാം എടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ചിക്കനെല്ലാം എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ഗ്രിൽ ചെയ്ത ആ ഒരു പാനിൻ്റെ അടിയിലായിട്ട് കുറച്ച് ഇതുപോലെ ഒന്ന് പറ്റി പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനിതാ 3 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതൊരു 2-3 മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ അടച്ച് വെച്ചിട്ട് 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. സവാളയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 3 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകെല്ലാം ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയതിന് ശേഷം തക്കാളി പെട്ടെന്ന് വെന്തുടയാൻ വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റോളം അതൊന്ന് അടച്ച് വെക്കാം. വെക്കുന്ന സമയത്ത് ചെറിയ തീയിൽ തന്നെ അടച്ച് വെക്കുക. ഇനിയൊന്ന് തുറന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയെല്ലാം അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ വെന്തുടയണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം മന്തി മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതൊരു 2 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ച് വെക്കാം. പിന്നെ ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ തീയിൽ 2 മിനിറ്റോളം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് തുറന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയില പുതിനയിലയും കൂടെ കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നല്ലൊരു അടിപൊളി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രിൽ ചെയ്തെടുത്ത ചിക്കൻ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ചിക്കനെല്ലാം ഇതിലേക്ക് നിരത്തി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അടിയിലുള്ള ആ ഒരു ഗ്രേവിയെല്ലാം ഈ ഒരു ചിക്കൻ്റെ മുകളിൽ ഇതുപോലെ ആക്കി കൊടുക്കുക. ആ ഒരു ഗ്രേവിയും ചിക്കനും എല്ലാം നല്ലതുപോലെ സെറ്റാവണം. അപ്പോൾ എല്ലാം ഇതുപോലെ മറിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു പാത്രത്തിൽ കുറച്ചതിൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നു. അതൊന്ന് ഇതിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കത് ചെറിയ തീയിലൊരു 5-6 മിനിറ്റോളം അടച്ച് വെക്കുക. 5-6 മിനിറ്റ് ആകുമ്പോൾ തുറന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മറ്റൊരടുപ്പത്ത് ചോറ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്നും ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ 3 ഏലക്കായ് 3 ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം പട്ട 2 ബേ ലീഫ് ടീസ്പൂൺ ചെറിയ ജീരകം 1 ടീസ്പൂൺ കുരുമുളക് എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഏലക്കായ് പട്ട ഗ്രാമ്പു ജീരകം എല്ലാം അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് സവാളൻ്റെ പകുതി സവാള കട്ട് ചെയ്തത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 2 ഡ്രൈഡ് ലെമൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ചോറിലുമാണ് ഇട്ട് കൊടുക്കുന്നത്.
പിന്നെ 1 ടീസ്പൂണോളം മന്തി മസാലയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചിക്കൻ്റെ സ്റ്റോക്ക് ഇതാ ചൂടാവുമ്പോൾ നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയിക്കോളും. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ കുതിരാനായിട്ട് വെച്ച അരി 20 മിനിറ്റ് ആയപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഞാൻ ഊറ്റി കളഞ്ഞിട്ടുണ്ടേനു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റോളം ഇതൊന്ന് വറുത്തെടുക്കണം. ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ മന്തിൻ്റെ ചോറ് റെഡിയാക്കൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് അരിയിട്ടിട്ട് അങ്ങനെയും ചെയ്യാം. ഇതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 5-6 പച്ചമുളകും കൂടെ ഇട്ടിട്ട് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് അരി വറുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്ന അളവിനാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ചോറ് വറുത്തിട്ട് വെക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വേവിൽ വ്യത്യാസം വരും. അതുകൊണ്ട് നന്നായിട്ട് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. പിന്നെ പകുതി ക്യാപ്സിക്കം കട്ട് ചെയ്തത് അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിളച്ച് ഇതിലെ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ചോറിലെ വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് നല്ലതുപോലെ തന്നെ വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ അടച്ച് വെക്കുന്നില്ല കേട്ടോ, തുറന്ന് വെച്ചിട്ട് തന്നെ ഇതിലെ വെള്ളം വറ്റിക്കുക. ഇനി ഇതുപോലെ വെള്ളം വറ്റിയെന്ന് കാണുമ്പോൾ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് ഇതൊരു 5-6 മിനിറ്റോളം നമുക്ക് അടച്ച് വെക്കാം. ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കൻ എന്തായി നോക്കാം. നമ്മൾ ചെറിയ തീയിലാണ് ഇത് അടച്ച് വെച്ചിട്ട് വെക്കുന്ന സമയത്ത് ചെറിയ തീയിൽ തന്നെ വെക്കുക കേട്ടോ. ഇപ്പം ചിക്കനും ഗ്രേവിയും എല്ലാം നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ആ ഒരു ഗ്രേവിയിൽ ചിക്കൻ്റെ ആ നല്ല ഫ്ലേവറെല്ലാം ഇറങ്ങി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ചിക്കനെല്ലാം ഒന്ന് മറിച്ചിട്ടതിന് ശേഷം അവിടെ ചെറിയ തീയിൽ തന്നെ നിൽക്കട്ടെ, തീ ഓഫാക്കുന്നില്ല, ചെറിയ തീയിൽ അവിടെ വെക്കുക. എന്നിട്ട് നമ്മളെ ചോറ് എന്തായി നോക്കാം. ചോറ് നമ്മൾ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ചെറിയ തീയിൽ ഒരു 5 മിനിറ്റോളം വെച്ചിട്ടുണ്ടേനു. ഇപ്പോൾ ഇതാ ചോറെല്ലാം അത്യാവശ്യം തന്നെ നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ മറ്റുള്ള മന്തിയെല്ലാം റെഡിയാക്കുന്ന സമയത്ത് ഇതുപോലെ ചോറ് ഇങ്ങനെ നല്ലോണം വേവിക്കലില്ല കേട്ടോ, ദമ്മിലാണ് ബാക്കി വേവിക്കൽ. പക്ഷേങ്കിൽ ഇത് നന്നായിട്ട് തന്നെ വേവിച്ചതിന് ശേഷമാണ് നമ്മൾ ദം ചെയ്യുന്നത്. അതാവുമ്പോൾ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഞാൻ ആ ചിക്കൻ്റെ മന്തി മസാലയിലേക്ക് ചോറിട്ടിട്ട് ദം ചെയ്യാനായിട്ട് ഒരു 3/4 മണിക്കൂറെല്ലാം വെക്കലാണ്. ഇത് പക്ഷേങ്കിൽ അങ്ങനെയല്ല. അപ്പോൾ ഇതാ ചോറ് മിക്സ് ചെയ്തതിന് ശേഷം മുകൾ ഭാഗമൊക്കെ ഒന്ന് ഇതുപോലെ നിരത്തി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കിയ ആ ഒരു ചിക്കൻ മസാല ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കാം. മറ്റുള്ള മന്തിയിൽ ഞാൻ മന്തി മസാല റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ചോറ് ഇട്ട് കൊടുക്കലാണ്. പക്ഷേ എങ്കിൽ ഇത് ചോറിൻ്റെ മുകളിലാണ് ഇതുപോലെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാം. നടുവിലായിട്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ചാർക്കോൾ കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ മസാലയും ചിക്കനും എല്ലാം ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നടുവിലായിട്ട് ചെറിയൊരു ബൗൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു കഷ്ണം ചാർക്കോൾ കത്തിച്ചത് വെച്ചിട്ട് 1/2 ടീസ്പൂണോളം ഓയിൽ ഇട്ടിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിക്കുമ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് പുകഞ്ഞ് വരും. അന്നേരം തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിതാ ഇതുപോലെ അലുമിനിയം ഫോയിൽ കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൂടി കൊണ്ട് അടച്ചിട്ട് ഒരു 20 മിനിറ്റ് ചെറിയ തീയിൽ ദം ചെയ്യാനായിട്ട് വെക്കാം. ഒരുപാട് ടൈമൊന്നും വെക്കുന്നില്ല, ഒരു 20 മിനിറ്റ് മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ 20 മിനിറ്റ് ആയപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ആക്കിയിട്ടുണ്ടേനു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ആ ചാർക്കോൾ വെച്ച ആ ഒരു ബൗൾ എടുത്ത് മാറ്റിയതിന് ശേഷം ചിക്കൻ്റെ പീസെല്ലാം എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. ചിക്കനെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ഇതാ കുറച്ച് മസാല ഇതുപോലെ കിടക്കുന്നുണ്ട്, അതും ഒന്ന് എടുത്ത് മാറ്റുക. അതിനുശേഷം ചോറെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇതുവരെ കഴിച്ചതിലും ഒരു പ്രത്യേക ടേസ്റ്റുള്ളൊരു മന്തിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ചൂടോടെ തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം മിക്സാക്കിയ ചോറ് ആദ്യം ഇതുപോലെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഗസ്റ്റെല്ലാം വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സൂപ്പർ നല്ലൊരു മന്തിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ ചോറ് ഇതുപോലെ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക. അതിനുശേഷം ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു മസാലയെല്ലാം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക.
അങ്ങനെ സൂപ്പർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജല്ലിക്കട്ട് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അൽഫാം മന്തി, ജല്ലിക്കട്ട് മന്തി എന്നെല്ലാം പറയുക ഇതിന്. അടിപൊളി രുചിയാണ്. കൂടെ നല്ലൊരു മന്തി ചട്നിയും അതുപോലെ തന്നെ മയോണീസ് വേണമെങ്കിൽ മയോണീസും പപ്പടമെല്ലാം കൂട്ടിയിട്ട് കഴിക്കാം. മന്തി ചട്നീൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ മറ്റ് ചിക്കൻ മന്തിൻ്റെയും അതുപോലെ മട്ടൻ മന്തിൻ്റെ എല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. വേണ്ടുന്നവർ കണ്ടു നോക്കുക. എല്ലാം അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.